ഹലോ, ഞങ്ങൾ ഇന്ന് അപ്പോട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആക്കാമെന്ന്. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും ഒന്ന് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത്. പിന്നെ ചന്തു എണീറ്റപ്പോഴേക്ക് 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ നോക്കി. രാവിലെ തന്നെ പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെ മീൻകറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കരുതിയത്. പിന്നെ പുട്ടുണ്ടാക്കി വന്നപ്പോഴേക്ക് ക്വാണ്ടിറ്റി കുറച്ച് അധികം കൂടിപ്പോയി. പിന്നെ ഞങ്ങൾ ഓർത്തോ സാരമില്ല, ഇനിയിപ്പോൾ വൈകിട്ടും നമുക്ക് പുട്ടാക്കാം. പിന്നെ മീൻകറീൻ്റെ പരിപാടികൾ നോക്കി. മീൻകറിക്ക് വേണ്ടി ആദ്യം എണ്ണയിൽ ഉലുവയൊന്ന് മൂപ്പിച്ചു. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ ഒന്ന് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്ക് ചന്തുവിന് ഫുഡ് കൊടുക്കാൻ നോക്കുന്നുണ്ട് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോട്ടൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ചന്തു ഉണ്ടോ കഴിക്കുന്നത്? ചന്തുവിന് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ ആ വാട്ടിക്കൊണ്ടിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയിലേക്ക് സവോളയും കൂടി ചേർത്ത് നല്ലോണം വാട്ടി പിന്നെ അതിലേക്ക് മസാലകളൊക്കെ ഇട്ടു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ തുടങ്ങിയ മസാലകളൊക്കെ ഇട്ടു. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചൂരമീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ചൂരമീനായിരുന്നു. അങ്ങനെ ചൂരമീനൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കിട്ടോ. പിന്നെ പുറത്തെന്തോ ശബ്ദം കേട്ട് ഒന്ന് നോക്കുമ്പോൾ ഉണ്ട് ദാ വന്നിട്ടുണ്ട് എൻ്റെ അച്ഛന് ചന്തുവിനെ കാണാണ്ട് ഇരിക്കപ്പുറതി ഇല്ലാണ്ട് അച്ഛൻ ലച്ചുവിനെയും കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആരാ ചന്തു വന്നത്? ആരാ ചന്തുനെ കാണാൻ വന്നിരിക്കുന്നത്? മൈൻഡില്ല, ഒന്നെ കാണുന്നേ ഇല്ല. ഇപ്പൊ ഉറങ്ങിണീച്ച ദിവസം ഉറങ്ങിച്ചിട്ട് ഓനെങ്ങനെ നടക്കാൻ ആ ചിക്ക തള്ളിടും. പിന്നെ അച്ഛൻ വന്നപ്പോൾ കടലമിഠായി, പോപ്കോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അച്ഛൻ്റെ അടുത്ത് മിഠായി ഒന്നും കൊണ്ടുവരരുത്, കുട്ടികൾക്ക് മിഠായി കൊടുക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും അച്ഛന് മിഠായി കൊണ്ടുവന്നാലേ ഒരു സമാധാനമുള്ളൂ കേട്ടോ. പിന്നെ ചന്തുവിനും ജാനിക്കൊക്കെ മിഠായി കണ്ടപ്പോൾ പിന്നെ ഹാപ്പി. പിന്നെ ലച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ അച്ഛന് ചോദിച്ചപ്പോൾ അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് പൊറോട്ട കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും മീൻകറിയും ഒക്കെ കൂടി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. കോഴിക്കോട്ട് സാധനം മലപ്പുറത്ത് അടിപൊളി. പിന്നെന്താ അപ്പോഴത് ആരുണ്ടാക്കിയതാ? ഞാനല്ല, ഞാൻ അറിയുന്ന ഒരാള്. അത്രേ ഉള്ളൂ. ആരുണ്ടാക്കിയതാ? അല്ലേ ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചത് സെറ്റ് സാധനമാണ്. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആവും. നിങ്ങൾ ടീം ആവല്ലോ കേട്ടോ. ഞാൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതാ നമുക്ക് പിന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. അസൂയല്ല, അസൂയ. അപ്പോഴേക്ക് നമ്മൾ അച്ഛന് ചായ ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ ലച്ചു ഇപ്പുറത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലച്ചുവിൻ്റെ ഫുഡ് കഴിപ്പിനെ എങ്ങനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലച്ചുവിനെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മളിങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. ആ നേരം കൊണ്ട് അച്ഛൻ അടുത്ത കുരുത്തക്കേട് ചന്തുവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതാ കിണറ്റിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് മീനിനെ കാട്ടി കൊടുക്കുകയാണ് അച്ഛൻ. അച്ഛന് വീട്ടിലിരുന്നിട്ട് മകളെ കാണണം എന്നൊരു തോന്നല്. മകളെ കാണാൻ തോന്നിയില്ലേക്ക് ഈ ചെക്കനെ കാണാൻ തോന്നി. നിർത്തി അപമാനിക്കുകയാണല്ലോ. ഈ ചെക്കനെ കാണണം തോന്നി, മകളെ കാണണമെന്ന് എനിക്ക് തോന്നാറില്ല. ആ അതെ, അല്ലെങ്കിലും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയോ അച്ഛാ? കല്ലും മണ്ണും മുള്ളും ഒക്കെ അറിയട്ടെ. കുറച്ച് വെയിലൊക്കെ കൊള്ളണം. അല്ല ലച്ചോ, നമ്മള് രണ്ടാളും ഒന്നിച്ചു വന്നല്ലേ അല്ലേ? ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മാമേ കഴിച്ചോ എന്ന് ചോദിക്കട്ടെ. അയ്യേ ഭക്ഷണം ഒന്ന് വെറുതെ തമാശക്കെങ്കിലും ഞാൻ വരൂല, എന്നാലും ഒന്ന് വിളിക്കട്ടെ. അച്ഛാ, ഞാൻ കഴിച്ച മീൻകറി ടേസ്റ്റ് ചെയ്യണോ? ഇല്ല, ഞാനൊന്ന് ഫോട്ടോ എടുത്ത് പോവാം. എന്തിനാ ഫോട്ടോ എടുത്ത് പോണത്? അതിനുള്ള ധൈര്യം എനിക്കില്ല, അതുവരെ ആയിട്ടില്ല. അപ്പോഴേക്കും അച്ഛൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂ വേണോ?
ലച്ചു ആണെങ്കിൽ അപ്പോഴും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള തിക്ക് ഫ്രണ്ട്സ് ആണ്. അതും വെറും വെളുത്തുള്ളിയില്. ഏ വെറും വെളുത്തുള്ളി. വെളുത്തുള്ളിയിലോ? ചെറിയ ഉള്ളിയില്. അവ വെളുത്തുള്ളി എന്തിനാ? അങ്ങനെയല്ലടാ, വെല്ലുള്ളി ഇടുന്നില്ലാന്ന്. പെണ്ണെ ഇവിടെ എന്നാ എടുത്തച്ചാ? അത് ഫുള്ള് ഞാൻ വെരി ഗുഡ്. ആ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും അതിന്റെ ഉള്ളില്. കേട്ടോ. അതിന് അങ്ങനെ വെക്കല്ലേ, അതായത് പ്ലാസ്റ്റിക്. ഉള്ളി ബീഫ്. പുതിയ പേരൊന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ പേരൊന്നും ഇല്ലത്. ഉണ്ടാക്കണമെന്നുള്ളു. നമ്മുടെ താഴത്തെ ഈ പാടത്ത് കുറച്ച് ആമ്പലുണ്ട്. അച്ഛൻ അങ്ങ് ദൂരത്തുനിന്ന് അങ്ങ് ദൂരെ എന്ന് പറഞ്ഞ് കാട്ടി തന്ന പോലെയല്ല, ലൈവായിട്ട് ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇത്ര അടുത്ത് ഉണ്ടായിട്ടാണല്ലോ മല കയറി പോയത്, അത് കാണാൻ ആരായാലും. അങ്ങനെ നമ്മൾ നമ്മുടെ താഴത്തെ പാടത്ത് ആമ്പൽ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നോക്കട്ടെ. അച്ഛൻ കൊണ്ടുപോയ മാതിരിയല്ല ഞാൻ കൊണ്ടുപോകുന്നത്. അല്ല, അച്ഛനാ പറഞ്ഞത് ആമ്പൽ പാടം കാണിച്ചരാന്ന്. എവിടെ ആമ്പലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അതുമാതിരിയല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല ലൈവായിട്ട് ക്ലോസപ്പ് ആയിട്ട് നല്ല വലിയ നല്ല വലിയ പിങ്ക് കളർ ആമ്പൽ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തോട്. അങ്ങനെ നമ്മൾ താഴെ പാടത്തെത്തിയിട്ടോ. അവിടെ ഒരു തോടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ബേബിയേട്ടൻ എന്ന് പറയും കേട്ടോ. ബേബിയേട്ടൻ്റെ പറമ്പിലാണ് ഈ ആമ്പലുള്ളത്. അപ്പോൾ ഞാൻ ഈ ബേബിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ബേബിയേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റൊരു കിഴങ്ങാണ് ആദ്യം അവർ ഈ ചാലുണ്ടാവില്ലേ, ചാലിൽ കൊണ്ടുവന്ന് ഇട്ടത്. അങ്ങനെ ആ ഒറ്റ കിഴങ്ങിൽ നിന്നാണ് ഇത്രയും ആമ്പലുകൾ മൊത്തത്തിൽ ഉണ്ടായേക്കുന്നത് കേട്ടോ. ഒരുപാട് ആമ്പലുണ്ടായിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. വേനലായി തുടങ്ങുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റും. അപ്പോൾ ഈ ആമ്പലൊക്കെ പോവും. അപ്പോൾ നമ്മൾ കരുതും മൊത്തത്തിൽ നശിച്ചു എന്ന്. പക്ഷേ നെക്സ്റ്റ് മഴ വരുന്നതോടുകൂടി വീണ്ടും ഇവരൊക്കെ മുളയ്ക്കും. അങ്ങനെ വീണ്ടും പൂക്കളാണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് സ്പ്രെഡായിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു കിടങ്ങിൽ മാത്രമായിരുന്നു ഈ ആമ്പലുകൾ ഉണ്ടായിരുന്നത്. ഇപ്പം അതങ്ങോട്ട് സ്പ്രെഡായി എല്ലായിടത്തും ഈ ആമ്പൽ അങ്ങോട്ട് മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് കയ്യത്തും ദൂരത്തടക്കം നിറച്ചും പൂക്കളാണ്. അതും നല്ല വലിയ പൂക്കൾ, നല്ല വളമുള്ള മണ്ണായതുകൊണ്ടാവണം, നല്ല വലിയ വലിയ പൂക്കളാണ്. അങ്ങനെ നമ്മൾ ആമ്പലൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മൈക്ക് കയ കേട്ടോ. അത് മൈക്ക് വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കേ. ജാനി മൈക്ക് വെച്ചൊരു പാട്ട് പാടിക്കേ. കടിക്കണ്ട. ഇത് താമര അല്ല, ആമ്പല്. ആമ്പൽ ഇങ്ങനെയല്ല, ആമ്പലാണച്ചത്. ഇപ്പൊ ഇങ്ങനെയായോ? ഈ അച്ഛൻ സമ്മതിച്ചിട്ടില്ല, അത് ആമ്പലാണ്. എടീ, ഈ ആമ്പല് വലിയ വട്ടത്തിലൊരു കുളത്തിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലിപ്പുണ്ടാവും. ഈ ചെറിയ സാഹചര്യത്തിൽ ചെറിയ പൂവേ ഉണ്ടാവുള്ളൂ. അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണേ, അതുകൊണ്ട്. ആമ്പലിന്റെ ഇല ഇങ്ങനെയല്ല. ആണ്, അത് ആമ്പലാണ്. ഇത് ഞങ്ങൾ തമ്മിലുള്ള ബെറ്റാട്ടോ. ബെറ്റുണ്ടോ അച്ഛൻ? 500 രൂപയ്ക്ക്. ഇത് ആമ്പലാണെങ്കിൽ അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ ബെറ്റ് തോറ്റ എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. ഈ ആമ്പല് കണ്ടിട്ടില്ല, അതാണ് സത്യം. അച്ഛാ, അത് ആമ്പലാണ്. ഇത് ആമ്പലാണെങ്കിൽ ഈ 500 ഇങ്ങോട്ട് തരാം. ആമ്പലല്ലെങ്കിൽ ഈ 500 ഇങ്ങോട്ട് തരാം. ശരി ശരി കേട്ടോ. ഈ കളിക്ക് ഞാനല്ല. ഇത് അമ്മേനോട് ചെവിയിലേക്കാ പറയും. അമ്മേനോട് ചെവിയിലേക്കോളം പറയും. അമ്മേനേക്കാളും നല്ലത് അച്ഛൻ്റെ ചെവിയിൽ വെക്കുന്നതാ. പിന്നെ അച്ഛൻ വന്നതിന് ശേഷം പിന്നെ ചന്തു അച്ഛൻ്റെ മേല് തന്നെ അച്ഛനെ പോകാനൊന്നും സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര വാശിയും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവസാനം ചന്തുവിന് പാല് കൊടുക്കാൻ വേണ്ടി നൈസായിട്ട് വീട്ടിൻ്റെ അകത്ത് കയറ്റി. ആ സമയം കൊണ്ട് അച്ഛനും ലച്ചും വീട്ടിൽ നിന്ന് പോയിട്ടോ. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ബൈ.